സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുക്കാടാണ്. ഗോപിനാഥ് മുതുക്കാടിന്റെ പുസ്തകമാണ് ജീവിതം ഒരു പാഠപുസ്തകം എന്നത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് KG പൗലോസ് ആണ്. KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG പൗലോസ്. ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ചൊവ്വയിൽ പുതുതായി കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത്? ഏത് ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വയിൽ പുതുതായിട്ട് കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത്? ദേവേന്ദ്ര ലാൽ. ശാസ്ത്രജ്ഞനായ ദേവേന്ദ്ര ലാലിന്റെ പേരാണ് ചൊവ്വയിൽ പുതുതായിട്ട് കണ്ടെത്തിയ ഗർത്തത്തിന് നൽകിയത്. ദേവേന്ദ്ര ലാൽ. 18ാം ലോകസഭയിൽ പ്രോടൈം സ്പീക്കർ ആരാണ്? 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബാണ്. ഭർതൃഹരി മെഹ്താബാണ് 18ാം ലോകസഭയിലെ പ്രോടൈം സ്പീക്കർ. രാജ്യാന്തര യോഗ ദിനം എന്നാണ്. രാജ്യാന്തര യോഗ ദിനം ജൂൺ 21 ജൂൺ 21 രാജ്യാന്തര യോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 രാജ്യാന്തര യോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് 2024 രാജ്യാന്തര യോഗ ദിനത്തിന്റെ പ്രമേയം. രാജ്യാന്തര യോഗ ദിനം എന്നാണ് ജൂൺ 21. അടുത്ത ചോദ്യം, 2024 ജൂണില് തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ്? തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ S മണികുമാർ ആണ്. 2024 ജൂണില് തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ S മണികുമാർ ആണ്. S മണികുമാർ. എൻ്റെ പൂന്തോട്ടം ആരുടെ കവിതാ സമാഹാരമാണ്? എൻ്റെ പൂന്തോട്ടം എന്നത് ഒരു കവിതാ സമാഹാരമാണ്. ആരുടേതാണ്? ഇന്ദുലേഖ വയലാർ. ഇന്ദുലേഖ വയലാറിൻ്റെ കവിതാ സമാഹാരമാണ് എൻ്റെ പൂന്തോട്ടം എന്നത്. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ നഗ്നപാതനായ ചരിത്രകാരൻ എന്നറിയപ്പെട്ട ചരിത്ര പണ്ഡിതൻ ആരാണ്? P തങ്കപ്പൻ നായരാണ്. P തങ്കപ്പൻ നായർ. ബെയർഫുട്ട് ഹിസ്റ്റോറിയൻ ഓഫ് കൊൽക്കത്ത എന്നറിയപ്പെടുന്നത് P തങ്കപ്പൻ നായർ. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ നഗ്നപാതനായ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതൻ ആരാണ്? P തങ്കപ്പൻ നായർ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് റിമാൽ. റിമാൽ ചുഴലിക്കാറ്റ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ. റിമാൽ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ഒമാനാണ്. ഒമാനാണ് റിമാൽ എന്ന പേര് നിർദ്ദേശിച്ചത്. റിമാൽ മീനിങ് സാൻഡ് എന്നാണ്. റിമാൽ എന്നതിൻ്റെ മീനിങ് സാൻഡ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയൻ. 2024 മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം
നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? 2024 മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം. ഏത് വർഷം മുതലാണ് UN മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം മെയ് 25. ഏത് വർഷം മുതലാണ് മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് UN ആചരിക്കാൻ തുടങ്ങിയത്? 2024 മുതലാണ്. 2024 മുതലാണ് മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാറാണ്. കേരള നിയമസഭാ സെക്രട്ടറി ആരാണ്? ഡോക്ടർ N. കൃഷ്ണകുമാർ. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം. മൈത്രി സെക്കൻഡ് ആണ്. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം ഏതാണ്? മൈത്രി സെക്കൻഡ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2024 DRDO വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലാണ് രുദ്രം 2. 2024 DRDO വിജയകരമായിട്ട് പരീക്ഷിച്ച എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലാണ് രുദ്രം 2. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 വേദി. അരങ്ങ് 2024 വേദി കാസർഗോഡ്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 വേദി കാസർഗോഡ്. ലോക വിശപ്പ് ദിനം എന്നാണ്? ലോക വിശപ്പ് ദിനം മെയ് 28 മെയ് 28. ലോക വിശപ്പ് ദിനം 2024 തീം ട്രൈവിംഗ് മദേഴ്സ് ട്രൈവിംഗ് വേൾഡ്. ലോക വിശപ്പ് ദിനം 2024 തീം. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ലോക ബാലവേല വിരുദ്ധ ദിനം 2024 തീം വരുന്നത് ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് ലോക ബാലവേല വിരുദ്ധ ദിനം 2024 തീം. ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. 50ാമത് G7 ഉച്ചകോടി 2024 വേദി ഇറ്റലി. 50ാമത് G7 ഉച്ചകോടി 2024 വേദി ഇറ്റലി. ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ദീപ കർമാകർ. ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ദീപ കർമാകർ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ്? 39. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്.
സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. പദ്ധതിയുടെ പേര് നേർവഴി. സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ജീവാനന്ദം. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ജീവാനന്ദം. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്തുവാനുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടലാണ് ഉദ്ഗം. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്തുവാനുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ ഉദ്ഗം. ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരത് കമൽ ടേബിൾ ടെന്നീസ് ആണ്. ശരത് കമൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്തുന്ന മൂന്നാമത്തെ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പുതിയ പേരാണ് സായം പ്രഭ ഹോം. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പകൽ പരിപാലന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പുതിയ പേരാണ് സായം പ്രഭ ഹോം. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് പുഷ്പക്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? 100-ാം വാർഷികമാണ്. 2024 മാർച്ച് 30 100-ാം വാർഷികം ആചരിച്ചത് എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെതാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? 100-ാമത്തെ വാർഷികമാണ്. ഗൂഗിളിൻ്റെ ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ്മെയിൽ. ഗൂഗിളിൻ്റെ ജിമെയിലിനു ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം എക്സ്മെയിൽ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ക്യാമ്പയിൻ്റെ പേര് നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് നെല്ലിക്ക. 2024 ലോക ദേശാടന പക്ഷി ദിനങ്ങളായി ലോക മൈഗ്രേറ്ററി ബേർഡ് ഡേ ആചരിക്കുന്ന ദിവസങ്ങൾ മെയ് 11, 2024, ഒക്ടോബർ 12, 2024 എന്നീ 2 ദിവസങ്ങളാണ് ലോക ദേശാടന പക്ഷി ദിനങ്ങളായിട്ട് ആചരിക്കുന്നത്. 2024 മെയ് 11, ഒക്ടോബർ 12. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കങ്കേശൻതുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കങ്കേശൻതുറൈ തുറമുഖം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാലാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സാണ് MPhil. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ്? റഷ്യ. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? M. ലീലാവതിയുടെ ആത്മകഥയുടെ പേരാണ് ധ്വനിപ്രയാണം.
പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ 2023. വനിതാ സംവരണ ബിൽ 2023 പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച തീയതി ഏതാണ്? 2023 സെപ്റ്റംബർ 19 2023 സെപ്റ്റംബർ 19 നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 19. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? അർജുൻ റാം മേഘ്വാൾ ആണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അർജുൻ റാം മേഘ്വാൾ. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ തീയതി 2023 സെപ്റ്റംബർ 20. ലോക്സഭ പാസാക്കിയ തീയതിയാണ് 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി 2023 സെപ്റ്റംബർ 21. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. അവസാനത്തെ ചോദ്യമാണ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ ഒപ്പുവെച്ച തീയതി ഏതാണ്? 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചത്. 50 ചോദ്യങ്ങളാണ്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.